വയനാട് സുൽത്താൻ ബത്തേരിയിൽ പുലിക്കായി സ്ഥാപിച്ച കൂട്ടിൽ നായ കുടുങ്ങി. ബത്തേരി മൈസൂർ റോഡിൽ പുതുശ്ശേരി പോൾ മാത്യൂസിന്റെ പറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് നായ കുടുങ്ങിയത്. കൂട്ടമായി എത്തിയ നായ്ക്കളിൽ ഒന്നാണ് കൂട്ടിൽ അകപ്പെട്ടു പോയത്. ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം നമുക്ക്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഈ നാട്ടുകാരുടെ പുലിപ്പേടി ഇപ്പോഴും കാര്യമായിട്ട് തന്നെയാണോ? അവിടെ ഭീതിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും എസ്കെൻ, പുലിയുടെ പേടി ബത്തേരി നഗരത്തിലെമ്പാടുമുണ്ട്. ബത്തേരിയിൽ മാത്രമല്ല, പുൽപ്പള്ളിയിലും സമാനമായ അവസ്ഥയുണ്ട്. പുൽപ്പള്ളി മുള്ളംകൊല്ലിയിലാണ് പുലി സാന്നിധ്യമുള്ളത്. ബത്തേരിയിലെ പുലിക്ക് ആയി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, രണ്ടിടങ്ങളിലായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പുലി കൂട്ടിൽ കയറാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കൗതുകകരമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്. ഇത് ഏറ്റവും അധികം പുലി എത്തിയത് ഈ പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീടിന്റെ പിറകിലുള്ള കോഴിക്കൂട്ടിലേക്കാണ്. അത് 5 ദിവസത്തെ ഇടവേളകളിൽ എത്തുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 4 തവണയായി എത്തിയിട്ടുണ്ട്. അത് നിലവിൽ ഇപ്പോൾ 9ഓളം കോഴികളെയാണ് കൊന്നൊടുക്കിയത് പുലി. അതിനുശേഷം ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശത്തും ഈ പുലിയെ കണ്ടിരുന്നു. ചീരാൽ റോഡിൽ പുലിയെ കണ്ടിരുന്നു. അതിനുശേഷമാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിൽ പുലി കയറാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയിൽ ഒരു കൂട്ടം തെരുവുനായ്ക്കൾ ഈ കോഴിക്കൂടിന്റെ അടുത്തേക്ക്, അതായത് ഈ കോഴിക്കൂടിനടുത്താണ് ഈ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്, ആ കൂട്ടിലേക്ക് അതിന് സമീപത്തേക്ക് എത്തിയതിൽ ഒരു നായ നേരെ അതിന്റെ അകത്തേക്ക് കയറുകയാണ്. ഉടൻ തന്നെ കെണി അടയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് മറ്റു നായ്ക്കൾ അവിടെ നിന്നും സ്ഥലം കാലിയാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ വിവരം അറിഞ്ഞ് പോൾ മാത്യൂസും ഉൾപ്പെടെയുള്ളവർ എത്തി ആ കൂട് തുറന്ന് വിടുകയാണ് ഉണ്ടായത്. എന്തായാലും ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് അത്. എന്തായാലും പുലിയുടെ ആശങ്ക ഈ മേഖലയിൽ നിന്ന് ഒഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എത്ര ദിവസമായിട്ടും പുലി കൂട്ടിൽ കയറുന്നില്ല. പക്ഷേ ഇതിനിടയിൽ ഏതാണ്ട് ഒരാഴ്ചയായി പുലിയെ കുറിച്ചുള്ള വിവരമില്ല. കാരണം നഗരത്തിൽ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനമായ കേന്ദ്രം. പക്ഷേ ഇപ്പോൾ പുലിയെക്കുറിച്ച് വിവരങ്ങളില്ല. ആരും തന്നെ പുലിയെ കണ്ടതായി പറയുന്നില്ല. പക്ഷെ കൂട് അവിടെ തന്നെയുണ്ട്. കൂട് പോൾ മാത്യൂസിന്റെ വീടിന്റെ പുറകിലായി തന്നെ കൂടുണ്ട്. പക്ഷേ ആ കൂട്ടിൽ പുലി കയറാത്ത അനുഭവമാണ് ഉള്ളത്. ഇതിന് കൂട്ടി വായിക്കാവുന്ന സംഗതി തന്നെയാണ് ഈ മുള്ളംകൊല്ലിയിലെ മരക്കട ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പോലും 2 ആടുകളെ പുലി ആക്രമിച്ചിരുന്നു. ഇതുവരെ 4 ആടുകളെ കൊന്നിരിക്കുന്നു. അങ്ങനെ വല്ലാത്ത ഒരു വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥ തന്നെയാണ് വയനാട്ടിൽ തുടരുന്നത്. എസ്കെൻ. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.